വിശുദ്ധ അഗസ്തീനോസിൻ്റെ തിരുനാളിന് ഒരുക്കമായുള്ള നൊവേനയുടെ ഭാഗമായി ഇന്ന് നാം ധ്യാനിക്കുന്നത് അഗസ്തീനോസിൻ്റെ മാനസാന്തരത്തെക്കുറിച്ചാണ്. 8-ാം അധ്യായം തുടങ്ങുന്നത് ഒരു പ്രാർത്ഥനയോടെയാണ്. ദൈവമേ, അങ്ങയുടെ ജീവിതത്തിൽ ചൊരിഞ്ഞിട്ടുള്ള എല്ലാ കൃപകൾക്കും നന്ദി പറയുന്നു. ഇത് വിശുദ്ധ അഗസ്റ്റിൻ്റെ ജീവിതത്തെ തട്ടിയുണർത്തുന്ന ഒരു അധ്യായമാണ്. തിന്മയുടെ പടുകുഴിയിൽ നിന്നും വിശുദ്ധിയുടെ പടവുകളിലേക്ക് മകനെ കൈപിടിച്ചുയർത്തിയ ഒരമ്മ, വിശുദ്ധ മോനിക്ക. ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയ്ക്ക് മുന്നിൽ ആ അമ്മ ക്ഷമയോടെ കാത്തിരുന്നപ്പോഴും അവൾ അറിഞ്ഞില്ല സ്വർഗം 2 വിശുദ്ധരെ പണിയുകയാണെന്ന്. ഏതൊരു മഹാപാപിക്കും വിശുദ്ധനാകാൻ കഴിയുമെന്നും ഏതൊരു പ്രാർത്ഥനയ്ക്കും ഉത്തരമുണ്ടെന്ന് സത്യം അമ്മ മോനിക്കയുടെയും മകൻ അഗസ്റ്റിൻ്റെ ജീവിതവും നമുക്ക് ഉറപ്പു തരുന്നു. പല പാഷണ്ഡതകളിലും അബദ്ധ സിദ്ധാന്തങ്ങളിലും മുഴുകി ജീവിച്ച മകനു വേണ്ടിയായിരുന്നു അമ്മയുടെ പ്രാർത്ഥനകൾ. അമ്മ മോനിക്കയുടെ മരണത്തിന് മുമ്പ് തന്നെ വിശുദ്ധ അംബ്രോസിൻ്റെ പ്രസംഗങ്ങളും വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ്റെ ലേഖനത്തിലെ വാക്കുകളും അദ്ദേഹത്തെ മാനസാന്തരത്തിലേക്ക് നയിച്ചു. ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചു: എത്ര നാൾ കർത്താവേ, എത്ര നാളിങ്ങനെ കഴിയുക? നാളെ നാളെ, എന്തുകൊണ്ട് ഇപ്പോൾ തന്നെ ആയിക്കൂടാ? അപ്പോൾ ഒരു ശിശുവിൻ്റെ സ്വരം ഇങ്ങനെ കേട്ടു: എടുത്തു വായിച്ചാലും. റോമ 13:13-14 വാക്യങ്ങൾ. രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. ആകയാൽ നമുക്ക് അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം. പകലിന് യോജിച്ച വിധം നമുക്കും പെരുമാറാം. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചകളിലോ വിഷയാസക്തികളിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത്. പ്രത്യുത കർത്താവായ യേശുവിനെ ധരിക്കുവിൻ. ഈ വചനം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ തുളച്ചു കയറി. വിശുദ്ധ അഗസ്തീൻ തൻ്റെ ആത്മകഥയിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഞാൻ എന്നെ നശിപ്പിച്ചു, എൻ്റെ സൃഷ്ടാവ് ഇന്നിതാ എന്നെ പുനർജീവിപ്പിച്ചിരിക്കുന്നു. ഞാൻ അങ്ങയെ സ്നേഹിക്കാൻ എത്ര വൈകിപ്പോയി. അമ്മ മോനിക്കയെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ എഴുതി: എൻ്റെ ദൈവമേ, ഞാനിന്ന് അങ്ങയുടെ ശിശുവാണെങ്കിൽ അത് അങ്ങെനിക്ക് ഇത്തരമൊരു അമ്മയെ നൽകിയത് കൊണ്ടാണ്. നമുക്കും എല്ലാ മാതാപിതാക്കളെയും മക്കളെയും ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. വചനത്തിലൂടെ വീണ്ടും ജനിക്കുവാനും വിശുദ്ധിയിൽ ജീവിക്കുവാനുമുള്ള കൃപ നൽകണമെന്ന്. ഒരുവൻ പോലും നശിച്ചു പോകുവാൻ എൻ്റെ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞ യേശുക്രിസ്തുവിൻ്റെ വചനങ്ങൾ നമ്മോടൊപ്പം ഉണ്ടാകട്ടെ. സമാപന പ്രാർത്ഥന. സ്നേഹപിതാവായ ദൈവമേ, വിശുദ്ധ അഗസ്തീനോസിനെ ഞങ്ങൾക്ക് മാതൃകയായി നൽകിയ അങ്ങേ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ മഹാവിശുദ്ധന്റെ ആത്മീയതയും പഠനങ്ങളും വഴി ഞങ്ങളെ ഈ കാലഘട്ടത്തിന്റെ അഗസ്തീനിയൻ ചൈതന്യവാഹകരാക്കണമേ. അതുവഴി ഈ ലോകത്തിൽ തിരുസഭയുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് വർത്തിക്കുവാൻ ഞങ്ങളുടെ പ്രയത്നങ്ങളെ അങ്ങ് നയിക്കണമേ. ആമേൻ.